തട്ടിപ്പിനിരയായ സംഭവം ഈ നാട്ടിൽ എനിക്കറിയാം. സംഭവം ഓക്കെ ആക്കാം. നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പ്രതിവിധിയുണ്ട്, മോചനമാർഗമുണ്ട്. 5000 ചിലവാ. എന്ത് 5000 ചെലവ്? 5000 രൂപ ചെലവ്. എന്തിന്? 2 കോഴിമുട്ട, പിന്നെ കുറച്ച് തകിട്, 1-2 കരിക്ക്. ഇതിനാ 5000 രൂപ ചിലവ്. ഈ രീതിയിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചകരുടെ ഹദീസുകളും എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഇതൊന്നും ഇല്ലാന്ന് പറയണ്ട, ഇതുണ്ട്. ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള മാർഗം? ഇസ്ലാമികമായ മാർഗം, ഖുർആനിന്റെ മാർഗം, സുന്നത്തിന്റെ മാർഗം. അതാണ് നാം അവലംബിക്കേണ്ടത്. പറഞ്ഞല്ലോ, ഓരോ വീട്ടിലും പിശാചിന്റെ സാന്നിധ്യമുണ്ട്. ഹദീസ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടില്ലേ? എല്ലാ വീട്ടിലും പിശാചുണ്ട്. എന്നാ പിന്നെ ആ പിശാചിനെ ഇറക്കി വിടാനുള്ള മാർഗം എന്താ? അതിനോ 4 മൂലയിൽ ഒരു കുപ്പി കുഴിച്ചിട്ട് തന്നെ അത് മറ്റേത് വീശിയിട്ട് ബാക്കി ഒഴിഞ്ഞ കുപ്പി ഉണ്ടാവുമല്ലോ, അതിലെന്തെങ്കിലും ഇട്ടിട്ട് 4 മൂലയിലും കുഴിച്ചിട്ടാ മതി. ഇതാണോ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, അതല്ല അതിനുള്ള പോംവഴി. നിങ്ങളുടെ വീടുകളിലുള്ള പിശാചിന്റെ സാന്നിധ്യം മാറ്റാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ ഖബറുകളാക്കരുത് എന്ന് വെച്ചാൽ പലതവണ പറഞ്ഞതാണത് ആ ഹദീസ്. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത് എന്ന് വെച്ചാൽ വീട്ടിൽ മറവ് ചെയ്യരുത്. നേരർത്ഥം അങ്ങനെയല്ലേ? നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ മറവ് ചെയ്യരുത്, അങ്ങനെയാണോ? അതല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. കാരണം വീടുകളിൽ മറവ് ചെയ്യാൻ പാടില്ല എന്ന നിയമമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അവിടുത്തെ വീട്ടിലല്ലേ മറവ് ചെയ്തത്? ഹുജറ ആയിഷ, മദീന പള്ളിയോട് ചേർന്ന പ്രവാചകരുടെ വീടുകളിൽ ഒരു വീട്ടിലല്ലേ, ഒരു റൂമിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്തത്? ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. ഖബർ എന്ന് പറയുന്നത് കേവലം താമസത്തിനു മാത്രം ഒരുക്കപ്പെട്ട ഭവനമാകുന്നു. അവിടെ താമസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഖബറിലില്ല. ഇതുപോലെ വെറും താമസത്തിനുള്ള ഇടമായി നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മാറ്റരുത്. അവിടെ പ്രാർത്ഥനകൾ നടക്കണം, ഖുർആൻ പാരായണം നടക്കണം, തസ്ബീഹ് നടക്കണം, സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കണം എന്ന് പഠിപ്പിച്ച് പിറകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നൽ ബൈതല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങൾ, വീടുകൾ, സൂറത്തുൽ ബഖറ പാരായണം നടക്കുന്ന വീടുകൾ, ലാ യദ്ഖുലുഹു ശൈത്വാൻ. അത്തരം വീടുകളിൽ പിശാച് പ്രവേശിക്കുകയില്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ പിശാച് കയറി വരികയില്ല. അതാണ് കുപ്പി കുഴിച്ചിട്ടുകൊണ്ട് മാത്രമായില്ല. ഖുർആൻ പാരായണം നടക്കട്ടെ, അള്ളാഹുവിന്റെ വചനം ആ വീടുകളിൽ ഉയരട്ടെ. ഇന്നുണ്ടോ? ആർക്കാപ്പതിന് ഒഴിവുള്ള? ആരെങ്കിലും ജീവൻ പോയാൽ 2 മുത്താലിമീങ്ങളെ കൂലിക്കാ പണി ഏൽപ്പിക്കും. നമ്മൾ ഉത്തരവാദിത്തം തീർന്നു അല്ലേ? തീർന്നില്ലേ? പരിശുദ്ധ ഖുർആൻ നിത്യമായി പാരായണം നടന്നിരുന്ന വീടുകളായിരുന്നു പഴയ കാലത്ത് നമ്മുടെ വീടുകൾ. ഇന്നതുണ്ടോ? ആർക്കാപ്പതിന് ഒഴിവ്? ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിൽ ചില സൗകര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സൂറത്തുൽ ബഖറ മുഴുവൻ ഓതാൻ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ ദിവസവും അവസരം ഒത്തുകൊള്ളണമെന്നില്ല. 286 ആയത്തുകളുണ്ട് സൂറത്തുൽ ബഖറ. അതുകൊണ്ട് 286 ആയത്തുകളും ഓരോ ദിവസം രാവിലെയോ വൈകുന്നേരമോ പാരായണം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല, എന്നും സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനുള്ളൊരു എളുപ്പമാർഗം സൂറത്തുൽ ബഖറയിലെ ആദ്യ 5 ആയത്തുകളും അവസാനത്തെ 2 ആയത്തുകളുമെങ്കിലും മിനിമം മുഴുവൻ ഓതലാണ് വേണ്ടത്. മുഴുവൻ ഓതാൻ നിങ്ങൾക്ക് എന്നും അസൗകര്യമുണ്ടെങ്കിൽ ആദ്യത്തെ 5 ആയത്തുകൾ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ എന്ന് തുടങ്ങുന്ന 5 ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ, ഇത് ഇങ്ങനെ 7 ആയത്തുകളെങ്കിലും മിനിമം നിങ്ങൾ ഓരോ ദിവസവും പാരായണം ചെയ്യണം. ഈ ആയത്തുകളും നേരത്തെ പറഞ്ഞ തസ്ബീഹ് അദ്കാറുകളും ഹദീസിൽ വന്ന ദിക്റുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനാ സമാഹാരമാകുന്നു ഹദ്ദാദ്. നമ്മുടെ പഴയ ആളുകളൊക്കെ വീടുകളിൽ ചൊല്ലിയിരുന്നു ഹദ്ദാദ്. പഴയ ആളുകളൊക്കെ ഹദ്ദാദ് എന്ന ബിദ്അത്ത് ചൊല്ലി നരകത്തിലേക്ക് കടന്നുപോയത് നമ്മളൊക്കെ ഇവിടെ വെച്ച് തന്നെ നോക്കിക്കണ്ടതിനാൽ ആ പണി നമ്മളൊക്കെ മാറ്റിവെച്ചു. കാരണം ഹദ്ദാദ് റാത്തീബ് കടുത്ത ബിദ്അത്താ.
പൂർവീകരൊക്കെ അത് ചൊല്ലി നരകത്ത് പോയത് നമ്മളൊക്കെ ഇവിടെ വെച്ച് കണ്ടു. അപ്പൊ ഇനി നമ്മൾ എന്തിനാ നരകത്ത് പോണത്? അതൊക്കെ ബിദ്അത്തല്ലേ? ഏത് ഹദ്ദാദി പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകളും ഹദീസിൽ വാരിദായിരിക്കുന്ന അസ്കാറുകളും അതിന് പുറമെ ചില മഹാന്മാരുടെ ഹദറത്തിലേക്ക് എന്ത് ഓതുന്നുണ്ട്? ഫാത്തിഹ ഓതുന്നുണ്ട്. പഠിച്ചവനെ, ഇതിന്റെ സവാബ് അവർക്കും ഞങ്ങൾക്കും താ. ഇതിലെന്താ ശിർക്ക്? ഇതിലെന്താ ബിദ്അത്ത് വരുന്നത്? ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് മുഴുവൻ പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും വന്നിരിക്കുന്ന വാരിദായ അസ്കാറുകളാകുന്നു. ഇത് പഴയ ആളുകൾ ചൊല്ലിയിരുന്നു, അതിന്റെ ഗുണം അവർക്ക് കിട്ടിയിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമം എവിടെയുണ്ടോ ആ നാമത്തോടുകൂടെ ആകാശത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു ഉപദ്രവവും വരികയില്ല എന്നർത്ഥം വരുന്ന സുന്ദരമായ തസ്ബീഹ് ദിക്റുകൾ. ഇതൊക്കെ തന്നെ നാം പതിവാക്കുമ്പോൾ ഇത്തരം ഉസ്വാസുകളും അസ്വാസ്ഥ്യങ്ങളും നമുക്ക് വരാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ ആളുകൾ പഠിപ്പിച്ചതും പറഞ്ഞതും ഒക്കെ വിഡ്ഢിത്തമാണ് എന്നാണ് പലരും മനസ്സിലാക്കിയത്. പഴയ ആളുകൾ പറഞ്ഞു തന്നതൊക്കെ അതൊക്കെ ഇല്ലാത്തതാണ്. കുറച്ചൊക്കെ ഉണ്ടാവും, കാളക്കൊമ്പത്താണ് ആകാശഭൂമികൾ നിൽക്കുന്നത് എന്ന ചില തമാശകളൊക്കെ ഉണ്ടാവും. ആ തമാശകൾ മാറ്റിവെച്ചാൽ പഴയ ആളുകൾ പറഞ്ഞു തന്നതൊക്കെ അബദ്ധമാണ് അങ്ങനെ പറയാൻ പറ്റൂ. ചില തമാശകൾ, ഇപ്പൊ നമ്മളും ചില തമാശയൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ചില തമാശകൾ ഏതെങ്കിലും കിതാബിലൊക്കെ ചില ആളുകൾ എഴുതി വെച്ച തമാശകളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഴയ ആളുകൾ പറഞ്ഞു തന്നതെല്ലാം അബദ്ധമാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ, എന്റെ വീട്ടിലൊക്കെ വയസ്സായ ആളുകൾ സന്ധ്യ മയങ്ങിയാൽ പറയും, ഇനി കുട്ടികളെ പുറത്തിറക്കരുത്, വീട്ടിലേക്ക് കയറ്റ്, വാതിലടക്ക്. ഇവിടെയുള്ള ആളുകൾ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊച്ചുകുട്ടികളെ സന്ധ്യ മയങ്ങിയാൽ പുറത്തു വിടാൻ പാടില്ല ഉമ്മാമ്മമാരും പഴയ ആളുകളൊക്കെ പറയും. ഇതിൽ ശരിയുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ പണ്ഡിതന്മാരുടെ പാതിരാ പ്രഭാഷണങ്ങളിലൂടെ, അന്നൊന്നും ഇന്നത്തെ പോലെ കേസറ്റുകളോ പ്രസിദ്ധീകരണങ്ങളോ ഇല്ലല്ലോ. രാത്രികളിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ കിതാബ് കൊണ്ട് മുന്നിൽ വെച്ചിട്ട് ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കല്ലേ. ഇത് കേട്ടത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ പഴയ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പറയുന്നു, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തു വിടരുത്. അത് എവിടെന്നാ അവർക്ക് കിട്ടിയത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ജനഹൽ ലൈലു ഔ ഇദാ അംസൈതും, രാത്രി വന്നു കഴിഞ്ഞാൽ, സന്ധ്യയായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഇദാ ജനഹൽ ലൈലു, രാത്രിയുടെ ചിറക് വല്ല താഴ്ന്നു വന്നാൽ, രാത്രി തുടങ്ങിയാൽ, ഔ ഇദാ അംസൈതും, നിങ്ങൾ സന്ധ്യാസമയത്തായി കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീട്ടിനകത്തേക്ക് വിളിച്ചു വരുത്തി വാതിലടക്കണം, അവരെ ബന്ധനത്തിലിടണം എന്ന് തന്നെ. വീട്ടിനകത്ത് അവരെ നിർത്തണം, പുറത്തു വിടരുത്. എന്തുകൊണ്ട്? സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുട്ടികൾക്ക് ബോധമില്ലല്ലോ, അതും ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ പല അർത്ഥം ഉണ്ടാവും. നമ്മൾ കണ്ടതും കാണാത്തതുമായ നിരവധി സാധ്യതകൾ അതിനുണ്ടാകും. പക്ഷേ പ്രവാചകൻ എടുത്തു പറഞ്ഞത് ഇതിന്റെ കാരണം, എന്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പുറത്ത് വിട്ടുകൂടാ? കുട്ടികളെ നിങ്ങൾ അകത്താക്കി വാതിലടക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിശ്ചയം പിശാചുക്കൾ ആ സന്ധ്യാസമയത്ത് ഓടി നടക്കുന്ന സമയമാകുന്നു. ശൈത്താന്മാർ ഓടി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുത്, അകത്താക്കി വാതിലടക്കണം. എന്താ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പുറത്താക്കിയൊക്കെ കുഞ്ഞു വെറുതെ കരയും, പേടിച്ച് കരയും. പല ആളുകൾക്കും അനുഭവം ഉണ്ടത്. പേടിച്ച് കരയാ, എന്താ അസുഖം? ഒരസുഖമില്ല, വെറുതെ ഞെട്ടി തയ്ച്ച് കരയാ ചെറിയ കുഞ്ഞുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതിൽ പലതും പഴയ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിലുണ്ട്, പറഞ്ഞു തന്നതിലുണ്ട്. അവരൊക്കെ സ്വീകരിച്ചു വന്ന ആ ശൈലിയിലുണ്ട്. അതിന് ഹദീസിന്റെ പിൻബലമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലെ എപ്പോഴും വാതിലടക്കണം, വെറുതെ വാതിൽ തുറന്നിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയ സ്വഹാബികളൊക്കെ പറഞ്ഞ സംഭവം നിരവധി ഹദീസുകളിൽ കാണാം. ഞങ്ങൾ നബിയുടെ വീട്ടിലേക്ക് ചെന്നു, നോക്കുമ്പോൾ അവിടുത്തെ വീട്ടിലെ ആ റൂമുകളിലെ വാതിലുകൾ അടക്കപ്പെട്ട നിലയിലായിരുന്നു, തുറന്നു കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും പ്രവാചകരുടെ വീടിന്റെ വാതിലുകൾ അടഞ്ഞ നിലയിലായിരുന്നു. ഞങ്ങൾ മുട്ടുകയായിരുന്നു, അപ്പോൾ തുറക്കപ്പെട്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, പ്രായോഗികമായി പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ വീടുകളുടെ വാതിലുകൾ നിങ്ങൾ അടച്ചിടണം. ആവശ്യത്തിന് തുറക്കുക, പിന്നെ അടക്കുക. വെറുതെ തുറന്നിടരുത്. കള്ളന്മാർ കയറി വരും, പട്ടി കയറും എന്നത് മാത്രമല്ല, അതൊക്കെ ഉണ്ട്. അതിന് പുറമെ നിങ്ങളുടെ വീട്ടിലെ വാതിലുകൾ നിങ്ങൾ അടക്കണം. എന്തുകൊണ്ട്? അടച്ചിട്ട വാതിലിലൂടെ പിശാച് കയറുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ വീടിന്റെ വാതിലുകൾ നിങ്ങൾ അടച്ചിടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവം. എന്തിനധികം മനുഷ്യനിൽ പിശാച് ബാധിക്കും എന്നതിന് വ്യക്തമായ തെളിവ് ഖുർആൻ തന്നെയാണ്. ഖുർആൻ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, പലിശക്കാരന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് അല്ലാഹു എന്താണ് പറഞ്ഞത്? അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അല്ലദീന യഅ്കുലൂന റിബാ, പലിശ ഭുജിക്കുന്ന ആളുകൾ, ലാ യഖൂമൂന ഐ മിൻ ഖുബൂരിഹിം, അന്ത്യദിനത്തിൽ അവരുടെ ഖബറുകളിൽ നിന്ന് അവർ എണീക്കുകയില്ല. എപ്രകാരമല്ലാതെ? ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റ മനുഷ്യൻ എണീക്കും ക്രമത്തിലല്ലാതെ ഇവൻ എണീക്കില്ല. പിശാച് ബാധയേറ്റ മനുഷ്യൻ എണീക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും പലിശ ഭക്ഷിക്കുന്ന ആളുകൾ ഖബറുകളിൽ നിന്ന് അന്ത്യദിനത്തിൽ എണീറ്റ് വരിക. ഇല്ലാത്ത ഒന്നിനോട് അള്ളാഹു സാദൃശ്യപ്പെടുത്തുകയില്ല, ഉപമിക്കുകയില്ല. ഉള്ളതിനോടെ അള്ളാഹു ഉപമിക്കൂ. അറബികൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ചില ഭ്രാന്തന്മാരെ കുറിച്ച് അവർ പറയും, ഇതാ ജിന്ന് ബാധിച്ച ആൾ, പിശാച് ബാധിച്ച ആൾ എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ അങ്ങനെയൊരു കാര്യമുണ്ടായിരുന്നു. ജിന്ന് ബാധിച്ചതാണ് അയാളുടെ ഭ്രാന്തിന്റെ കാരണം. അന്ന് അറേബ്യയിലുള്ള ചില ആളുകൾ പറയാറുണ്ടായിരുന്നു. ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട്, ഇതിന് അംഗീകാരം നൽകിക്കൊണ്ട്, അതിനെ വാസ്തവമാക്കിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, ജിന്ന് ബാധിച്ച മനുഷ്യന്റെ ഈ ലോകത്തെ അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ. എന്താ അവസ്ഥ? എണീക്കാൻ പറ്റൂല. എണീറ്റ് നിന്നാൽ തന്നെ വീണുപോകും. കയ്യും കാലും തലയും നിലത്തിട്ടടിക്കും. ഇതൊക്കെ ജിന്ന് ബാധിച്ച മനുഷ്യന്റെ അവസ്ഥയാണ്. ഇതുപോലെ ആയിരിക്കും ഖബറുകളിൽ നിന്ന് ആഖിറത്തിലെ ഭ്രാന്തനായ പലിശക്കാരൻ എണീറ്റ് വരുന്നത്. അപ്പൊ ഉള്ള ഒന്നിനോടാണ് ഉപമിക്കുക. ഇപ്പൊ നമുക്കും അറിയാത്തൊരു കാര്യം പഠിപ്പിച്ചു തരുമ്പോ സാദൃശ്യപ്പെടുത്തി ഉദാഹരണ സഹിതം ഉപമപ്പെടുത്തി പറഞ്ഞു തരും. ഉപമപ്പെടുത്തി പറഞ്ഞു തരുമ്പോ മുശബ്ബഹ് ബിഹി, ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തുന്നത് ആ സാധനം നമുക്ക് പരിചയമുള്ള സാധനമാകണം, അല്ലേ? പരിചയമില്ലാത്ത ഒന്നിനോട് ഉപമിക്കാൻ പറ്റുമോ? നമുക്ക് തിരിയില്ലല്ലോ. തിരിയാനും മനസ്സിലാകാനും കൂടുതൽ ഗ്രഹിക്കാനും വേണ്ടിയാണല്ലോ ഉപമ കൊണ്ട് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇതറിയാ. ഏതറിയാ? ജിന്ന് ബാധിച്ച മനുഷ്യൻ, പിശാച് ബാധയേറ്റ മനുഷ്യനെ കുറിച്ച് അവർക്കറിയാ. അങ്ങനത്തെ ആളുകൾ എണീക്കുന്നത് പോലെ ആയിരിക്കും പലിശ കഴിച്ച മനുഷ്യൻ ഖബറുകളിൽ നിന്ന് എണീക്കുക. അതിനെന്താ കാരണം? പലിശക്കാരൻ ഖബറിൽ നിന്ന് അങ്ങനെ എണീക്കാൻ കാരണം എന്താ? തഫ്സീറിൽ കാണാം, യകൂനു അഅലമ അഅലാഇഹി മിൻ ജസദിഹി ബത്നഹു. അവന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ സാധനം അവന്റെ വയറായിരിക്കും. അവന് താങ്ങിയാൽ പൊന്താത്ത വയറ്, വലിയ വയറ്. അവന് എടുത്താൽ പൊങ്ങാത്ത വയറ്. യകൂനു അഅലമ അഅലാഇഹി മിൻ ജസദിഹി ബത്നഹു. അവന്റെ തടിയേക്കാൾ വലിയ വയറായിരിക്കും അവന്. അപ്പൊ ആ വയറ് താങ്ങാൻ പറ്റാതെ എണീറ്റ് നിൽക്കും അവൻ, മറിഞ്ഞു വീഴും. അങ്ങനെ കയ്യും കാലും തലയും ഇട്ടടിച്ചവൻ വീണ്ടും എണീക്കാൻ ശ്രമിക്കും, വീണ്ടും അവൻ വീഴും. ഈ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ നിന്ന് കണ്ടിട്ടുണ്ട്? ജിന്ന് ബാധിച്ച, പിശാച് ബാധയേറ്റ മനുഷ്യനിൽ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലോ. ആ അവസ്ഥയായിരിക്കും പരലോകത്ത് പലിശക്കാരൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അതങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, പിശാച് ബാധയേറ്റ മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥകൾ മൻഹജുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ധാരാളം സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പിശാച് പല രീതിയിലും മനുഷ്യനെ ഉപദ്രവിക്കും, പല രീതിയിലും മനുഷ്യനെ ക്ലേശിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. എത്രത്തോളം എന്ന് വെച്ചാൽ, പഴയ ആളുകൾ വൈദ്യുതിയും വെളിച്ചവും ഒക്കെ വരുന്നതിന്റെ മുമ്പ് പഴയ ആളുകൾ പറഞ്ഞിരുന്നു, മനുഷ്യന് വഴി തെറ്റിക്കുന്ന പൊട്ടിപ്പിശാചുണ്ടായിരുന്നു. വഴി തെറ്റിക്കുന്ന, ഇപ്പൊ കരണ്ടൊക്കെ വന്നപ്പോ അവന്മാർ എങ്ങോട്ടോ പോയി എന്നാ പറയുന്നത്. എന്തോ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ.
ഏതായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അതിനും സാധ്യതയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു മനുഷ്യനെ പിശാച് വഴിതെറ്റിച്ച് റാഞ്ചി കൊണ്ടുപോയ സംഭവം നിരവധി ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ സംഭവം എന്നറിയോ? ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ചരിത്രം ഉദ്ധരിച്ചിരിക്കുന്നത്. ഫുഖിദ റജുലുൻ ഫീ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യനെ കാണാനില്ലാതെയായി. فجاءته امرأته إلى أمير المؤمنين عمر بن الخطاب رضي الله عنه. ആ കാണാനില്ലാത്ത മനുഷ്യന്റെ ഭാര്യ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വന്ന് ഫഖാലത്ത് ലഹു ദാലിക, ഈ സംഭവം പറഞ്ഞു. തന്റെ ഭർത്താവിന്റെ തിരോധാനവും, ബഹുമാനപ്പെട്ട ഖലീഫ, ഞാൻ ഒരുപാട് നാൾ എന്റെ പ്രിയതമനെ കാത്തിരുന്നു, പക്ഷെ കണ്ടില്ല. ഇനി ഞാൻ എത്ര നാൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണം? നാഥനില്ലാതെ ബന്ധനത്തിൽ ഇട്ടവളായിട്ട് ഞാൻ എന്റെ ബാക്കി ജീവിതം തള്ളി നീക്കണോ, അതോ ഞാൻ വേറെ വല്ലതും ചെയ്യണോ? ഒരു പരിഹാരം പറഞ്ഞു തന്നാലും. ഇപ്പൊ ഭർത്താക്കന്മാരെ കാണാനില്ല, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയില്ലെങ്കിൽ അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആ പെണ്ണ് എന്നും നാഥനില്ലാതെ അദ്ദേഹത്തെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഫസ്ഖ് എന്ന ഒരു നിയമമുണ്ട് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നിയമമാണത്, ഫസ്ഖ്. ആ നിക്കാഹ് ബന്ധത്തെ ദുർബലമാക്കാനും ആ കെട്ടഴിക്കാനും പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകി. പെണ്ണെ, നീ എക്കാലത്തും അയാളെ കാത്ത് വിശന്നുകൊണ്ട് പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. നിനക്കാ നിക്കാഹ് ബന്ധം മുറിച്ചുകൊണ്ട് വേറെ ഒരു വിവാഹം നിനക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇതാണ് ഫസ്ഖ്. ഈ ഫസ്ഖിന്റെ മസ്അല പറയുന്ന ഭാഗത്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ചരിത്രം വിവരിച്ചിരിക്കുന്നത്. എന്തിനു പറയുന്നു? ഇദ്ദേഹത്തെ കാണാനില്ല. ഈ തിരോധാന കഥ അമീറുൽ മുഅ്മിനീന്റെ മുന്നിൽ വന്ന് സങ്കടത്തോടുകൂടെ ആ പെണ്ണ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്തലിഖി തറബ്ബിസി 4 സിനീൻ. ഏതായാലും ആയല്ലോ, ഒരു 4 കൊല്ലം കൂടെ കാത്തിരിക്കും, നീ തിരിച്ചു പോ. 4 കൊല്ലത്തിനിടക്ക് നിന്റെ ഭർത്താവ് വന്നില്ലെങ്കിൽ, നിന്റെ സംരക്ഷണം അയാൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് ഭാവി കാര്യം ചിന്തിക്കാം. ഇപ്പോൾ നീ പൊക്കോ, 4 വർഷം കഴിഞ്ഞു വാ. 4 വർഷം കഴിഞ്ഞു. അവളുടെ പ്രിയതമനെ അപ്പോഴും കാണാനില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയില്ല. 4 വർഷം കഴിഞ്ഞ് ആ പെണ്ണ് രണ്ടാമതും ഖലീഫയുടെ സന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്തലിഖി ഫഅതദി 4 അശ്ഹുരിൻ വഅശ്റാ. നീ തിരിച്ചു പോയിട്ട് 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കും. അത് വഫാത്തിന്റെ ഇദ്ദയാ. ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാരുടെ മേലിൽ ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ഇദ്ദ ആചരണം 4 മാസവും 10 ദിവസവും. മരിച്ചു എന്ന് എന്നെ സങ്കല്പിച്ച് 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരുന്നിട്ട് വാ. ആ പെണ്ണ് വന്നു, ഇദ്ദ കഴിഞ്ഞു വന്നു. വന്ന സമയത്ത് ആ പെണ്ണിന്റെ രക്ഷിതാവിനെ വലിയനെ വിളിച്ചുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇനി ഇവൾ മറ്റൊരാളുടെ, കാണാനില്ലാത്ത ഒരാളുടെ ഭാര്യയല്ല. ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട്, സ്വമേധയാ ഫസ്ഖായിട്ടുണ്ട്. ഇനി ഒന്നും ആലോചിക്കണ്ട, ഇവളെ വേറെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, ഇവളുടെ സംരക്ഷണം ഒരാൾ ഏറ്റെടുക്കട്ടെ എന്ന് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ചര്യ ആധാരമാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചു. ഈ വിധി കഴിഞ്ഞ് അവളോട് പറഞ്ഞു, ഇദ്ദ ആചരിച്ച് വന്ന ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ഇന്തലിഖി തസവ്വിജി മൻ ശിഇതി. നീ ഉദ്ദേശിച്ച ഒരാളെ നീ വിവാഹം കഴിച്ചോ, ഇനി പ്രശ്നമില്ല, സ്വസ്ഥതയോടുകൂടെ ജീവിച്ചോ. ഫതസവ്വജത്ത്, അവളെ വിവാഹം കഴിഞ്ഞു. വേറെ ഒരു ഭർത്താവിനെ കണ്ടെത്തി സുന്ദരമായി വിവാഹം കഴിഞ്ഞ് വളരെ സ്വസ്ഥതയോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കെ നമ്മളെ ഒന്നാമത്തെ കാക്ക ഇങ്ങനെ കയറി വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കുടുങ്ങിയില്ലേ? ഇനി എന്തപ്പ ചെയ്യാ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയിനത്തദ്ഹബു, എടാ ചങ്ങാതി, എവിടുന്നാ നീ വരുന്നത്? നീ വരാതിരുന്നാ പോരെയിരുന്നു. അപ്പൊ ആ സംഗതി ആകെ മറിഞ്ഞല്ലോ, ബുദ്ധിമുട്ടായല്ലോ, പ്രശ്നമായല്ലോ. എവിടെയായിരുന്നു ഇത്ര കാലം? എവിടെ നിന്നാണ് നീ വരുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അമീറുൽ മുഅ്മിനീന്റെ മുന്നിൽ നിന്ന് ഒരു ന്യായമല്ലാത്ത കാര്യം പറയാൻ അക്കാലത്ത് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. തെറ്റായ ഒരു കാര്യം ഉമറുൽ ഫാറൂഖിന്റെ മുന്നിൽ നിന്ന് പറയാൻ അക്കാലത്ത് അവിശ്വാസികൾക്ക് പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഖലീഫയുടെ മുന്നിൽ വെച്ച് ഈ മനുഷ്യൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ പാതിരാത്രിയിൽ നടന്നു പോകവേ എന്റെ വഴിയൊക്കെ തെറ്റി പിശാച് തെറ്റിച്ച് എന്നെ ഒരു അറിയാത്ത പ്രദേശത്ത് ഞാൻ അങ്ങനെ ചെന്നെത്തിപ്പെട്ടു. എനിക്ക് വഴിയറിയില്ല. ഫവല്ലാഹി മാ അദ്രി,
ഫീ അയ്യി അർളില്ലാ, അല്ലാഹുവിന്റെ ഏത് ഭൂമിയിലാണ് ഞാൻ എത്തിപ്പെട്ടത് എന്നെനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ചില ആളുകളുണ്ട് യസ്തഅബുദൂനനി, എന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം പടപ്പുകൾ എന്നെ ആരാധിക്കാൻ. എനിക്ക് പരിചയമില്ലാത്തൊരു പ്രദേശത്ത് ഞാൻ വഴി തെറ്റി, അങ്ങനെ പിശാചുക്കൾ എന്നെ തെറ്റിച്ച് റാഞ്ചി കൊണ്ടുപോയി. അങ്ങനെ അവിടെ എത്തിയപ്പോ അവിടെ ഒരു ഖൗമുണ്ട്, ആ ഖൗമ് യസ്തഅബുദൂനനി, എന്നെ ആരാധിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് മോചനമില്ലാതെ ദീർഘനാളുകൾ ഞാൻ അവിടെ കഴിച്ചു കൂട്ടവേ ഒരിക്കൽ സത്യവിശ്വാസികളായ ഒരു വിഭാഗം ജിന്നുകൾ ആ വഴി വന്നു. ഏത്? ഞാൻ നിഷേധികളായ മുശ്രിക്കുകളായ ജിന്നുകളുടെ ബന്ധനത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അതുവഴി സത്യവിശ്വാസികളായ ജിന്നുകൾ കടന്നു വന്നു. സത്യവിശ്വാസികളായ ജിന്നുകൾ ഈ മുശ്രിക്കുകളായ ജിന്നുകളോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ മുശ്രിക്കുകളായ ജിന്നുകൾ തോറ്റോടി, ഞാൻ മോചിതനായി. ഫകുന്തു ഫീ മഗ്തനമൂഹു, വിശ്വാസികളായ ജിന്നുകൾക്ക് യുദ്ധാനന്തര സ്വത്തായി കിട്ടിയതിൽ ഒന്ന് ഞാനായി. അവർക്ക് കിട്ടിയ ഗനീമത്ത് സ്വത്തിൽ ഞാനും പെട്ടു. അവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇത് ഇൻസാണല്ലോ, മനുഷ്യനാണല്ലോ. എടാ ചങ്ങാതി, നീ എങ്ങനെ ഈ താവളത്തിലെത്തി? ഇവിടെ ജിന്നുകളുടെ ലോകമാണല്ലോ, നീ എങ്ങനെ ഇവിടെ എത്തി? ഫഅഖ്ബർതുഹും ഖബരി, ഞാൻ എന്റെ സംഭവങ്ങളെല്ലാം വിശ്വാസികളായ ജിന്നുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ അവർ ഒന്നും ചോദിച്ചില്ല, ഒന്നേ എന്നോട് പറഞ്ഞുള്ളൂ, നിനക്കിപ്പോ നാളെ കാലത്ത് എവിടെ എത്തണം? നിനക്ക് എവിടെയാണ് എത്തേണ്ടത്? നിന്റെ താല്പര്യം എന്താ? എവിടേക്ക് പോകാനാ താല്പര്യം? ഫഖുൽതു, ഞാൻ ഉടനെ പറഞ്ഞു, അൽ മദീന, മദീനയിൽ ഹിയ അർളി വ അർളു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നാട് മദീനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടും മദീനയാണ്, എനിക്ക് അവിടെ എത്തിയാ മതി. ഫഅസ്ബഹതു ഫിൽ മദീന അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇതുപോലെ എനിക്ക് ദിശയറിഞ്ഞ് കറക്റ്റ് വഴിയിലൂടെ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാ, ഹംകെ, നിന്റെ ഭാര്യന്റെ കൂടെ സഹിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ വക ജിന്ന് നമ്പർ ഇറക്കണം നീ എന്ന് ചോദിച്ചില്ല ഉമർ റളിയല്ലാഹു അൻഹു. ചിലർക്കുണ്ടാവും ഈ കഥ കേട്ടപ്പോ ചിലരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, എന്നാ ഈ പഹച്ചിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ജിന്ന് കഥ ഇറക്കിയിട്ട് ഇവിടെ നാട് വിട്ടാലോ, വരുമ്പോഴേക്ക് അവളാരെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് സലാമത്താകാലോ, നമുക്ക് വേറെ കല്യാണം കഴിക്കാം. ഏതായാലും ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, കൂടുതൽ കഥയൊന്നും എനിക്കറിയില്ല, ഞാൻ ആകെ ദിശ തെറ്റിപ്പോയി, ഇങ്ങനൊരു വിഭാഗത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ട് ഇപ്പൊ ഞാൻ മോചിതനായി ഇവിടെ എത്തി എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിധിക്കുകയാണ്, ഫഖയ്യറഹു ഉമർ റളിയല്ലാഹു അൻ ഇൻഷാ ഇംറഅതഹു വ ഇൻഷാ അസ്സദാഖ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇൻഷാ ഇംറഅതഹു, നീ വേണമെങ്കിൽ നിന്റെ ആ ഭാര്യനെ നിനക്ക് തിരിച്ചെടുക്കാം, അയാൾ തൊലാക്ക് ചൊല്ലി യുദ്ധം കഴിഞ്ഞാൽ മതിയല്ലോ. വ ഇൻഷാ സ്വദാഖ, അല്ലെങ്കിൽ നീ അവൾക്ക് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങിക്കോ, അവരങ്ങനെ സുഖമായിട്ട് ജീവിച്ചോട്ടെ. ഫഖ്താറ അസ്സദാഖ, ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത് എനിക്ക് മഹർ തിരിച്ചു കിട്ടിയാൽ മതി. കാരണം ലി അന്നഹാ കാനത്ത് ഹുബ്ല, അവൾ രണ്ടാമനായ ഭർത്താവിലൂടെ അവൾ ഗർഭിണിയായിരുന്നു, അതുകൊണ്ട് ഇനി വേണ്ട, എനിക്ക് എന്റെ സ്വദാഖ് തിരിച്ചു കിട്ടിയാൽ മതി, മഹർ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് സുന്ദരമായി വിധിച്ചു എന്നാണ് സംഭവം. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ കാണാം. മൻഹജുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം ജിന്നുബാധയേറ്റ മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥകൾ. ഒന്ന് ദാഇമുൻ നൗം ബിഹൈസു ലാ യുഹിബ്ബു അൻ യഖൂമ മിനൻ നൗം ലിൽ അക്ലി വശുർബി, ഭക്ഷണം കഴിക്കാൻ പോലും എണീക്കാതെ ഉറങ്ങുന്നേ, ഫുൾ ടൈം ഉറങ്ങുക, ഭക്ഷണം കഴിക്കാൻ പോലും എണീക്കാൻ താല്പര്യമില്ലാത്ത ഉറക്ക്, ഇത് ഉണ്ടാകാം ജിന്നുബാധയിലൂടെ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാ യുഹിബ്ബൻ നളാഫത വലൽ വുദൂഅ വയക്റഹുൽ മാഅ, ശുദ്ധിയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, വൃത്തിയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, കുളിക്കാൻ ഇഷ്ടമല്ല, ഉളു എടുക്കാൻ ഇഷ്ടമല്ല, വെള്ളത്തിന് വെറുപ്പ് തോന്നുക, വെള്ളം വെറുക്കുക, ഇങ്ങനെ ഒരു അവസ്ഥ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വയുഹിബ്ബുൽ ഇസ്തിഹ്മാമ, എപ്പോഴും ബാത്റൂമിൽ പോകണം, ബാത്റൂമിൽ കയറിയാലോ നേരം വെളുത്ത് കയറിയാലോ ഒരു 11 മണിയാകാതെ ഇറങ്ങി വരൂല, അതൊരു തരം പൈശാചിക ബാധയാണ്. പല രീതിയിലുണ്ടാവൂതേ, അതൊരു തരം പൈശാചിക ബാധയാണ്. വയുഹിബ്ബുൽ ഇസ്തിഹ്മാമ. അതുപോലെ തന്നെ ഇരുട്ടിനെ ഇഷ്ടപ്പെടുക, ഇരുട്ടില് പുറത്തേക്ക് വലിച്ചുകൊണ്ടാ വീണ്ടും ഇരുട്ടറയിലേക്ക് ഓടിപ്പോവുക, ഇങ്ങനെയുള്ള അവസ്ഥ. നഖവും മുടിയൊക്കെ വെറുതെ നീട്ടുക, അത് മുറിക്കാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. ചില ആളുകളെ വിരലൊക്കെ ഇങ്ങനെ നീളാറുണ്ടല്ലോ, അതൊക്കെ ഒരു തരം പിശാചുബാധയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. തമാശ പറയല്ലേ, ഇതൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വൽ ഇഹ്സാസു ബിൽ ഖൗഫി അബിശക്കി, പേടി, ഭയങ്കര പേടി, വെറുതെ പേടി, ആശങ്ക അല്ലെങ്കിൽ സംശയം. ഒരാൾ നോക്കിയാൽ മതി, അതാ അവനെന്നെ എനിക്ക് ചെയ്തത്, നോക്കിയാൽ
ഒരുത്തൊരു ഭ്രാന്തൻ എൻ്റെ നാട്ടിൽ വലിയ ഉരുളൻ കല്ലുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മുല്ലയെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്തേ മുല്ലാക്കാൻ ആവശ്യം? ഒന്നുമല്ല, എനിക്ക് മുല്ലാക്കയാണ് സിഹിർ ചെയ്തത്. ആരട ചങ്ങാതി ഹുസൈനെ നിന്നോട് ഇത് ഈ കഥ പറഞ്ഞത്? വാങ്കില് പറഞ്ഞല്ല, വാങ്കില് മുല്ലാക്ക എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അപ്പ കേട്ടു. വാങ്കില് പതാ പറഞ്ഞത് എന്നോട്. വാങ്ക് കേട്ടപ്പോഴും എനിക്കെതിരെ സിഹിർ ചെയ്തു എന്നാ അവനെ തോന്നുന്നത്. ഇങ്ങനെ ഇപ്പൊ എന്റെ നാട്ടിലുണ്ട് ഒരു സുഹൃത്ത്, കട നടത്തുന്ന ആളാ. റോട്ടിലൂടെ പോകുന്ന ഒരാൾ ചുമ്മാ വെറുതെ നോക്കിയാ എന്താണ് നോക്കുന്നത്? ഇപ്പൊ ചെയ്തതൊന്നും പോരാ, ഇനിയും ചെയ്യാനാ? വെറുതെ സംശയം. എന്താ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ വെറുതെ ആശങ്ക, വെറുതെ പേടി, അല്ലെങ്കിൽ കാരണമില്ലാതെ കരയാ, സബബിൻ കാരണമില്ലാതെ ചിരിക്കുക. ഇതൊക്കെ പിശാച് ബാധ എന്നല്ല. നാഡിനരമ്പുകൾക്ക് പ്രശ്നം പറ്റിയിട്ട് അങ്ങനെയും വരാം. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു നോക്കിക്കോ, വിരോധമല്ല, അതൊക്കെ നല്ലതാണ്. ഈ ശാരീരിക പ്രശ്നം മൂലം വരാ, നിരമ്പിന് പറ്റിയ ക്ഷതം കൊണ്ട് വരാം, അങ്ങനെയൊക്കെ വരാം. അല്ലാതെ പിശാച് ബാധയിലൂടെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില രൂപങ്ങൾ കാണുക. നടക്കുന്നിടത്തൊക്കെ എന്റെ പിറകിലൊരാളുണ്ട് തോന്നുന്നെ. നോക്കിയാ കാണൂല, എന്നാ ചിലപ്പോ ഇങ്ങനെ ഉണ്ട് എന്നിങ്ങനെ തോന്നും. ഇങ്ങനെ ചില ശിബുഹുകൾ കാണുക, ചില രൂപങ്ങൾ കാണുക. അതുപോലെ തന്നെ ഉറക്ക സമയത്ത് ഉച്ചത്തിൽ പേടിച്ച് കരയുക, ഉറക്കിനിടയിൽ എണീറ്റ് നടക്കുക. അങ്ങനെ കിണറിൽ വീണ ആളുകളുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്, ഉറക്കിനിടയിൽ എണീറ്റ് നടക്കുക. അതുപോലെ തന്നെ സാധാരണ അറിയാവുന്ന നന്നായി ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങൾ മറന്നു പോവുക, അമിതമായ മറവി. ഇതൊക്കെ ജിന്നുബാധയിലൂടെ ശൈത്താന്റെ ഉപദ്രവത്തിലൂടെ ഉണ്ടാകും. ഇത് പണ്ഡിതന്മാർ എങ്ങനെയാ പറഞ്ഞത്? മൻഹജുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിനൊക്കെ നമുക്ക് തെളിവുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ മറവി എന്നതിന് ഒരു ഉദാഹരണം പറയാം. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു, പ്രമുഖ സ്വഹാബിയാണ്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസിയാനൽ ഖുർആൻ. ഞാൻ നബിയോട് ഒരിക്കൽ പരാതി പറഞ്ഞു. എന്താ പരാതി പറഞ്ഞത്? പരിഭവം പറഞ്ഞു. നബിയെ, നിസിയാനൽ ഖുർആൻ, ഖുർആൻ അങ്ങനെ മറന്നു പോവെന്നെ. ഞാൻ എപ്പോഴും ഓതുന്ന സൂറകൾ എന്നെ മറന്നു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഹയാ നീ വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് കൊണ്ടാണ്, അല്ലാത്ത പ്രശ്നമല്ല എന്ന് പറഞ്ഞില്ല. നബി തങ്ങൾ അവിടത്തെ പവിത്രമായ കരം കൊണ്ട് എന്റെ നെഞ്ചത്തടിച്ചു. ഖാല ഉസ്മാൻ, ഈ അടി കൊണ്ട ഉസ്മാൻ പറയാണ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫമാ നസീതു മിൻഹു ശൈഅൻ ബഅദ അൻ അദ്കുറഹു. നബിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞ് അവിടത്തെ പവിത്രമായ കരം എന്റെ നെഞ്ചത്ത് തട്ടിയതിന് ശേഷം ഫമാ നസീതു മിൻഹു ശൈഅ, ഞാൻ പഠിച്ചതൊന്നും മറന്നിട്ടേയില്ല. അടിക്കേണ്ടവർ അടിക്കേണ്ടിടത്ത് അടിച്ചാൽ ഇറങ്ങേണ്ടവർ ഇറങ്ങേണ്ടിടത്തേക്ക് ഇറങ്ങിപ്പോകും. അതങ്ങനെയാണ് അതിന്റെ സംഭവം. ഈ ഹദീസ് തന്നെ ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ കാണാം. ഖാല ഉസ്മാൻ എന്നവർ പറയാ, ഇസ്തഅമലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നെ ഒരു നാട്ടിലേക്ക്, ഞാൻ അടങ്ങുന്ന 6 അംഗ സമിതിയെ ഒരു നാട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാരായി നിയമിച്ചു. ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കേണ്ടതും പിരിച്ചുവിടേണ്ടതും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ അടങ്ങുന്ന 6 ആളുകളെ ഒരു നാട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമിച്ചു. ഫകുന്തു അസ്ഗറ സിത്ത, ആ 6 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾ ഞാനായിരുന്നു. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാനായിരുന്നു. അങ്ങനെ ആ നാട്ടില് ഉദ്യോഗസ്ഥനായി എത്തിയ അന്ന് തന്നെ എനിക്ക് മദീനയിലേക്ക് പോരണം. എന്തേ കാര്യം? വല്ലാത്ത അസ്വാസ്ഥ്യം, വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരമായി ഓതാറുള്ള സൂറ ബഖറ പോലും എനിക്ക് ഓതാൻ കഴിയുന്നില്ല. ഞാൻ വെറുതെ മറന്നു പോകുന്നു. സ്ഥിരമായി ഓതുന്ന സൂറകൾ പോലും ഓതാൻ പറ്റാത്ത അവസ്ഥ ആ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത മനപ്രയാസമുണ്ടായി. ഇനി എന്താ ചെയ്യാ? അവിടെ ഉണ്ടല്ലോ ജ്യോത്സ്യന്മാർ, അവിടെ പോയില്ല. ഞാൻ ഉടനെ തന്നെ മദീനയിലേക്ക് തിരിച്ചെത്തി. തിരുസന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, സാധാരണ ഓതാറുള്ള സൂറത്തുൽ ബഖറ പോലും ഞാൻ വെറുതെ മറന്നു പോവുകയാണ്. കൂട്ടത്തിൽ വല്ലാത്ത മാനസികാസ്വാസ്ഥ്യം. ഇതിനൊരു പരിഹാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ചെയ്ത ആത്മീയ ചികിത്സ എന്താ? ഈ ആത്മീയ ചികിത്സയൊക്കെ നമുക്ക് പറ്റും.
എന്താ അവിടുന്ന് ചെയ്തത്? നബിയുടെ കൈ എന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ഫഖാല, അവിടുന്ന് പറഞ്ഞു, യാ ഇബ്ലീസ് ഉഖ്റുജ് മിൻ സദ്രി ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. അവിടത്തെ കൈ എന്റെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞു, യാ ശൈത്താൻ, പിശാചേ, ഉഖ്റുജ് മിൻ സദ്രി ഉസ്മാൻ, ഉസ്മാനിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോട ശൈത്താനെ എന്ന് പറഞ്ഞു. അതോടുകൂടെ എനിക്കെന്തോ ഭാരം ഇറക്കി വെച്ചതുപോലെ സമാധാനമായി. ഇതൊരു സൈക്കോളജി അല്ലേ മുസ്ലിയാരെ? ആയിക്കോട്ടെ, സൈക്കോളജിയിലൂടെ കാര്യം രോഗം സുഖായ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സൈക്കോളജി അത് സുന്നത്തായ സൈക്കോളജിയാണ്. അത് നമുക്ക് പറയണം, അത് പ്രചരിപ്പിക്കണം, പ്രായോഗികമാക്കണം. അത് നല്ല കാര്യമാണ്. അവിടുന്ന് ചെയ്തതാകുന്നു, എന്റെ നെഞ്ചത്ത് കൈവച്ച് ചെയ്തത് അതായിരുന്നു. അതുകൊണ്ട് ഉന്നതരായ മഹത്തുക്കളായ ആളുകളുടെ കരസ്പർശനം മതി എന്ന് വെച്ച് കള്ളന്മാരുടെ അടുത്ത് നിങ്ങൾ തടവി ചികിത്സക്ക് കൊണ്ടുപോകണ്ട. അതത്ര നല്ലതല്ല. അല്ല, പറയുമ്പോൾ അതും വേണം പറയാ. പലയിടത്തും തടവി ചികിത്സ നടത്തി പല പ്രശ്നങ്ങളുണ്ടായി, അടിപിടി ഹലാക്കൊക്കെ ഉണ്ടായി. ഇത് മനസ്സിലാക്കുമ്പോൾ നല്ലതും ചീത്തയും ഞാൻ പറയും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 95% കള്ളത്തരവും തട്ടിപ്പുക. ഇതിൽ നിന്ന് 5 മുത്ത്, ഇതിൽ നിന്നുള്ള മുത്തുണ്ടല്ലോ, തങ്കം, ആ തങ്കം കലർപ്പെല്ലാം മാറ്റിങ്ങിട്ട് എടുക്കണം. നമ്മള് അതെടുക്കണം, ഖുർആൻ ആധാരമാക്കി അതിന്റെ മാറ്റി നോക്കിയിട്ട് എടുക്കണം. നല്ലത് നമ്മൾ എടുക്കണം. ഒരുപാട് സംഭവം ഹദീസിൽ കാണാം. ഇമാം ഹാക്കിം ഉദ്ധരിച്ചൊരു ഹദീസ് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആത്മീയ ചികിത്സകൾ നമുക്ക് നടത്താം, അതിന് തെറ്റില്ല. ഒരു സഹാബിയാണ് യഅല. അദ്ദേഹം പറയാ, സാഫർതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബിയോടുകൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യാത്രാമധ്യേ ഫജാഅതുഹും റഅതുൻ, വഴിവക്കിൽ ഒരു സ്ത്രീ അതിന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വഴിയിൽ വന്നു, നബിയുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ബിനി ഹാദാ, അങ്ങ് ഈ കാണുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഇത് എന്റെ കുട്ടിയാണ്. ഇവൻ ഒരു തരം പൈശാചിക രോഗമുണ്ട്, 7 വർഷമായി തുടങ്ങിയിട്ട്. യഅഖുദുഹു കുല്ല യൗമിൻ മർറത്തൈനി യാ റസൂലല്ലാഹ്, ഓരോ ദിവസവും 2 തവണയെങ്കിലും ഇവൻ നിലം പതിച്ചുകൊണ്ട് കിടന്നുരുളും നബിയെ. ശാരീരികമായി ഒരു കുഴപ്പവും ഇവന് കണ്ടിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. ഭക്ഷണം ഇവൻ കഴിക്കും, നല്ല ആരോഗ്യമുണ്ട്, ചുറുചുറുക്കുണ്ട്, എല്ലാം ഓക്കെ. ഓരോ ദിവസവും 2 തവണയെങ്കിലും അബോധാവസ്ഥയുണ്ടായി ചില പൈശാചിക പ്രവർത്തികൾ ഇവനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിഹാരം വേണം നബിയേ. കൊണ്ടുപോടാ ഡോക്ടറുടെ അടുത്ത്, ചികിത്സിക്കടാ എന്ന് പറഞ്ഞു ഒഴിവാക്കി. അതൊരു മാർഗമാണ്, തെറ്റൊന്നുമില്ല. അതൊരു സബബാണ്, ചികിത്സിക്കാം. അതുപോലെ തന്നെ നബി എന്താണ് ആ സമയത്ത് ചെയ്തത്? പ്രവാചകർ ആ സ്ത്രീയോട് പറഞ്ഞു, ഉദുനീഹി, ആ കുട്ടിയെ ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരൂ. ഒട്ടകപ്പുറത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ യഅല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു റദീഫായി സഹയാത്രികനായി കൂടെയുണ്ട്. പ്രവാചകർ പറഞ്ഞു ഈ സ്ത്രീയോട്, ഉദുനീഹി, ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുപോവാ മോനെ, കൊണ്ടുപോവാ. അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ പ്രവാചകരുടെ പവിത്രമായ ഉമിനീരിൽ നിന്ന് അല്പമെടുത്ത് ആ കുഞ്ഞിന്റെ വായിലേക്കാക്കി കൊടുത്തു. പവിത്രമായ ഉമിനീര്. ആ ഉമിനീരല്ലേ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ മാത്രം വിശാലമായ ബറക്കത്ത് ഭക്ഷണത്തിലുണ്ടായത്. ഒരാടിനറുത്തിട്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ച സംഭവം ഹദീസിലുണ്ടല്ലോ. അല്പം ഉമിനീര്, അത് ഇവിടുത്തെ മുഅ്ജിസത്താണ് കേട്ടോ. ഇതൊക്കെ എന്ത് പഴഞ്ചൻ വൃത്തികേട്! ഈ ഉമനീരിന്റെയും കഫത്തിന്റെയൊന്നും കഥ പറയല്ലേ മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഉമനീരൽപ്പം എടുത്ത് ഫതഫല ഫീഹി, ആ കുട്ടിയുടെ വായിൽ വെച്ചിട്ട് പറഞ്ഞു, ഉഖ്റുജ് യാ അദുവല്ലാഹ് വ അന റസൂലുള്ളാഹ്. ഉഖ്റുജ് യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ പുറത്തു പോ ഈ കുഞ്ഞിൽ നിന്ന്. ആരായി പറയുന്നതറിയോ? വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. കുറച്ച് സ്ട്രോങ്ങിലാ പറയുന്നത്. ഞാൻ അള്ളാന്റെ റസൂലാണടാ പറയുന്നത്. അല്ലാഹുവിന്റെ ശത്രുവേ പോ പുറത്ത് എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ അക്കാലം 7 വർഷം നീണ്ട പഴകിയ രോഗം അതുമൂലം ഭേദമായി എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖുർആനിക ചികിത്സ അതിനെ നാം നിരാകരിക്കേണ്ടതില്ല. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ.
സൂറത്തുൽ ഇസ്രായിൽ കാണാ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ. ജാഅൽ ഹഖ് സത്യം വന്നു, വസഹഖൽ ബാത്തിൽ എല്ലാ ബാത്തിലുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിഹർ എന്ന് പറയുന്നത് ബാത്തിലാണ്. ജ്യോത്സ്യന്മാരെ സമീപിക്കൽ അത് ബാത്തിലാകുന്നു, അത് തിന്മയാകുന്നു, തെറ്റാകുന്നു. അതുപോലെ തന്നെ ശിർക്കിന്റെ രീതിയിലുള്ള ചികിത്സകൾ ബാത്തിലാകുന്നു. ആ ബാത്തിലൊക്കെ പോയി ഹഖ് വരണം. ആ ബാത്തിലിന്റെ സ്ഥാനത്ത്, തെറ്റുകളുടെ സ്ഥാനത്ത് സത്യം വരണം. ആ സത്യം ഏതാ? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ഖുർആൻ വഴി, എല്ലാ മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും മോചനം ഖുർആൻ വഴി, എല്ലാ ഹൃദയ രോഗങ്ങൾക്കും ശമനം ഖുർആൻ വഴി. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആനിൽ ഇറങ്ങി വന്ന അല്ലാഹുവിന്റെ കലാമിൽ പലതും അത് ശിഫാ ആകുന്നു, രോഗശമനമാകുന്നു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക്, ലോകർക്ക് ശമനമായി, വിവിധ രോഗങ്ങൾക്കുള്ള ശമനമായി ഈ ഖുർആനിലെ വചനങ്ങളെ നാം ഇറക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഇത് കാരുണ്യമാകുന്നു, റഹ്മത്താകുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ദുൽമ ചെയ്യുന്ന അക്രമികൾക്ക് ഈ ഖുർആൻ പരാജയത്തെയാണ് അധികരിപ്പിക്കുക. അതുകൊണ്ട് ശൈത്താനൊന്നും ഉപദ്രവിക്കൂല. ഖുർആൻ കൊണ്ട് ഊതേ ചികിത്സിക്കൊന്നും വേണ്ട, അതുകൊണ്ട് തടവേണ്ട കാര്യമൊന്നുമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇല്ല ഹസാറ. ഈ ഖുർആൻ വഴി പരാജയം കിട്ടുള്ളൂ. അപ്പൊ ചില ആളുകൾ പറയുന്നു ഖുർആൻ ശിഫയാണെന്ന് പറഞ്ഞ സംശയങ്ങളുള്ള ഹൃദയങ്ങൾക്ക് ശിഫയാകുന്നു എന്ന് മാത്രമാകുന്നു അർത്ഥം. എന്തിനാ അങ്ങനെ മാത്രാക്കുന്നത്? ഈ ഖുർആനെ വിവരിച്ചത് എങ്ങനെ? ഇതിന്റെ ആയാത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയാൽ അവസാനിക്കില്ല എന്നല്ലേ മുൻകാല പൗരാണിക മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി അടക്കമുള്ള മുഫസ്സിറുകൾ എഴുതി വെച്ചില്ലേ? ഖുർആൻ എന്ന് പറഞ്ഞത് ശിഫാഉൻ മിൻ അംറാദിൽ ജിസ്മാനിയത്തി വറൂഹാനിയത്തി വശൈത്വാനിയത്തി. ഖുർആൻ പാരായണം ശൈത്വാനിയായ രോഗങ്ങളിൽ നിന്ന്, മാനസിക രോഗങ്ങളിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന് ശമനം നൽകുന്ന കാര്യമാകുന്നു. ഫലി അന്ന തബറുക ബിഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണം അത്രയും ബറക്കത്തുള്ള കാര്യമാകുന്നു. രോഗം വെക്കുന്നതാരാ? അല്ലാഹു. രോഗം സുഖപ്പെടുത്തുന്നതാരാ? അല്ലാഹു. സുഖപ്പെടുത്താൻ എന്താ കാരണം? ചികിത്സ. ഈ ചികിത്സ